ഏകദേശം ഒരു വർഷത്തിലധികമായി ഞാൻ ഈ ഒരു ടീമിൻ്റെ കൂടെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ജോയിൻ ചെയ്തത് 2021 ഇത് ഏപ്രിൽ ടൈമിലാണ്. നമ്മുടെ കോവിഡ് എല്ലാം കഴിഞ്ഞ് ഈ എഡ്യൂക്കേഷൻ സെക്ടർ വീണ്ടും ഒരു ഓൺലൈനിലേക്ക് റീതിങ്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ നമ്മുടെ കമ്പനി ജോയിൻ ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഒരു ബിഗിനിങ് സ്റ്റെപ്പ് എന്ന രീതിയിൽ തന്നെ നമ്മൾ കുറേ വർഷം സ്റ്റെം ജീനിയേഴ്സ് ഓഫ്ലൈൻ മോഡലായിട്ട് പിന്നെ ഓൺലൈനിലേക്ക് മാറുന്ന ആ ഒരു ട്രാൻസിഷൻ പീരീഡിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു എന്നെ സംബന്ധിച്ച് എൻ്റെ പേഴ്സണൽ കരിയറിൽ. ഞാൻ പഠിച്ച ഫീൽഡിലല്ല ഞാനിവിടെ വർക്ക് ചെയ്തെങ്കിൽ കൂടി അത് സാൻഡി അല്ലെങ്കിൽ സ്റ്റെം ജീനിയസിൻ്റെ ജേർണിയിൽ ഒട്ടുമിക്ക എല്ലാ വർക്കുകളും ചെയ്യാനുള്ളൊരു ലക്ക് ഒരു ഭാഗ്യം കിട്ടിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതായത് എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് അച്ചീവ്മെൻറ്റ്സും ഒരുപാട് കാര്യങ്ങൾ ഏൺ ചെയ്യാനും ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് പറ്റിയിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ നമ്മളിതിനെ ഓൺലൈനിലേക്ക് മാറ്റുന്ന സമയത്ത് ആപ്പിൻ്റെ ഡെവലപ്മെൻറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങളും ഇതിലേക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നതാവട്ടെ ഷൂട്ട് ചെയ്യുന്നതാവട്ടെ ആദ്യമൊക്കെ ഇടപെട്ടത് അക്കാഡമിക് സൈഡിൽ ഇങ്ങനത്തെ ഹെൽപ്പ് ചെയ്യാൻ. പിന്നെ അങ്ങനെ മാർക്കറ്റിങ്ങിലേക്ക് സഹായിക്കാൻ ഒരുപാട് ചാൻസസ് കിട്ടി. മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് ഇറങ്ങി സെയിൽസിൽ ഒരുപാട് സഹായിക്കാൻ പറ്റി. ചുരുക്കി പറഞ്ഞാൽ XandY Learning എന്നുള്ള കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ഞാൻ തുടക്കം തൊട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു വർഷത്തിലധിക കാലം പല ഏരിയയിലും വർക്ക് ചെയ്യാൻ പറ്റി. മാർക്കറ്റിംഗ് ആവട്ടെ, സെയിൽസ് ആവട്ടെ, അക്കാഡമിക് സൈഡ് ആവട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള ഓർഗനൈസിങ് ആവട്ടെ, എല്ലാ കാര്യങ്ങളും ഇടപെടാൻ പറ്റുകൊണ്ട് തന്നെ പേഴ്സണലി എനിക്കതെൻ്റെ കരിയറിൽ നല്ലൊരു അച്ചീവ്മെൻ്റ് ആണ്. എന്ന് മാത്രമല്ല XandY Learningൽ ഞാൻ മനസ്സിലാക്കുന്നത് ഫ്യൂച്ചറിൽ നല്ല ഹോപ്പുള്ള ഫ്യൂച്ചറിൽ നല്ലൊരു ഫ്യൂച്ചറിലൊരു കമ്പനി തന്നെയാണ് XandY Learning. എസ്പെഷ്യലി ഇത് ഫോക്കസ് ചെയ്യുന്നത് 8, 9, 10 ക്ലാസ്സിൽ ഹൈസ്കൂളിലെ കുട്ടികളാണ്. ഹൈസ്കൂൾ കുട്ടികൾക്ക് നമ്മുടെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഹൈസ്കൂൾ കുട്ടികൾക്ക് നമ്മുടെ കേരളത്തിൽ ഫോക്കസ് വളരെ കുറവാണ്. എല്ലാവരും +1, +2 കഴിയുമ്പോൾ എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്ന ഒരു സ്റ്റൈലിൽ കൊടുത്താണ് നമ്മൾ ഹൈസ്കൂളിലേക്കൊരു എൻട്രൻസ് കോച്ചിങ് എന്നുള്ളൊരു കൾച്ചർ ഡെവലപ്പ് ചെയ്തുകൊണ്ടല്ലോ. ആ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇതൊരു റിസ്ക് ഫാക്ടറാണെന്ന് അറിഞ്ഞിട്ട് കൂടി ഇതിൻ്റെ ഡയറക്ടേഴ്സ് എല്ലാവരും കൂടെ വളരെ ആക്റ്റീവായിട്ടുണ്ട്, ഒരു വലിയ വിഷനോട് കൂടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും XandY Learning എന്നുള്ള പേര് വിത്തിൻ ഇയേഴ്സ് ഒരു 4-5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ലീഡിങ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജ് വേ ആയിട്ട് മാറുന്ന കാര്യം ഉറപ്പാണ്. കാരണം ഹൈസ്കൂൾ ലെവലിലോട്ട് നമുക്ക് സിവിൽ സർവീസിൻ്റെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുക 8ാം ക്ലാസ് എന്നൊക്കെയാണ്. അതേപോലെ ഈ NEET ആവട്ടെ, JEE ആവട്ടെ, അതേപോലെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നേരത്തെ തുടങ്ങി കഴിഞ്ഞാൽ കുട്ടികൾക്ക് റിപ്പീറ്റിന് പോയിട്ട് ഒരു വർഷം വേസ്റ്റ് ആക്കുന്നതും അതിനുവേണ്ടി ലക്ഷങ്ങൾ ചിലവാക്കുന്നതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വാശ്രയ കോളേജിലോ അല്ലാത്ത കോളേജിലോ ഒരുപാട് ലക്ഷങ്ങൾ കോടികൾ മുടക്കി ചെയ്യുന്നതൊക്കെ ഒഴിവാക്കിയിട്ട് എയിംസ് പോലെയുള്ള IIT പോലെയുള്ള NIT പോലെയുള്ള നല്ല സ്ഥാപനങ്ങളിൽ നല്ല സ്കോറോട് കൂടിയിട്ട് നമ്മുടെ ഈ കേരളത്തിലെ കുട്ടികൾക്ക് എത്തിപ്പെടാൻ പറ്റണമെന്നുണ്ടെങ്കിൽ IAS കോച്ചിങ് പോലെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം. അതിനുള്ളൊരു ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാൻ XandY കാണുന്നത്. കാരണം ബാക്കി എല്ലാവരും +1, +2 ഒരു മാർക്കറ്റായിട്ട് ഒരു എഡ്യൂക്കേഷൻ മാർക്കറ്റായിട്ട് കാണുമ്പോൾ XandY +1, +2 ഫോക്കസ് ചെയ്യാതെ 8, 9, 10 ക്ലാസ്സിലെ കുട്ടികളിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലാൻ ഒരു മനസ്സ് കാണിക്കൊണ്ട് തന്നെ നല്ലൊരു വിഷനുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഡയറക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ IIT പോലെയുള്ള അല്ലെങ്കിൽ NIT പോലെയുള്ള അതല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള ആളുകൾ തന്നെ ഇതിൻ്റെ ഡയറക്ടേഴ്സ് നിൽക്കുമ്പോൾ ഫാക്കൽറ്റീസ് അങ്ങനത്തെ ആൾക്കാരാകുമ്പോൾ അത് കുട്ടികൾക്ക് നല്ലൊരു മോട്ടിവേഷൻ വഴി കൂടിയാണ്. കാരണം ഇത്രയും ആൾക്കാരുടെ എക്സ്പീരിയൻസ് അത് അവരോട് സംസാരിച്ച് അവരുടെ ക്ലാസ്സുകളെല്ലാം കേട്ട് ഈ ഒരു ഫീൽഡിലേക്കുള്ള എക്സ്പോഷർ കിട്ടുമ്പോൾ ഡെഫിനറ്റ്ലി ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഞാൻ +2 കഴിഞ്ഞിട്ടാണ് ഈ JEE എക്സാമിലൂടെയാണ് IIT എന്നുള്ള കാര്യമൊക്കെ അറിയുന്നത്, അല്ലെങ്കിൽ എയിംസ് ഒക്കെ കേൾക്കുന്നത്. അതുവരെ അതിനെക്കുറിച്ച് ഒരു അറിവില്ല, ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഒരു സിസ്റ്റം പ്രകാരം 10 ഫുൾ A+ വാങ്ങുക, +2 A+ ഫുൾ A+ വാങ്ങുക, പിന്നെ നെക്സ്റ്റ് ആ തോട്ടാണല്ലോ. അതിന് പകരം ഇപ്പോഴത്തെ കുട്ടികൾ വളരെ വിഷനുള്ള കുട്ടികളാണ്. അപ്പോൾ ആ കുട്ടികൾ ചെറുപ്പം തൊട്ടേ ക്യാച്ച് ചെയ്തിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻസ്പിറേഷൻസും കൊടുക്കാൻ XandYക്ക് പറ്റുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എസ്പെഷ്യലി ഇതിൻ്റെ വെബിനാറുകൾ ഒരു കാലത്ത് ഓൺലൈനിൽ എല്ലാവരും ജീവിച്ച സമയത്ത് നമ്മൾ വെബിനാർ വെച്ച് തുടങ്ങിയതാണ് XandY Learning. വലിയ 2-3 വെബിനാർ കണ്ടക്ട് ചെയ്തു. അതിലൂടെ ഒരുപാട് കുട്ടികൾ നമുക്ക് കിട്ടി. അതിനുശേഷം നമ്മൾ ഓഫ്ലൈനിലേക്ക് ഇറങ്ങി ഫാമിലി മീറ്റപ്പുകളും അതുപോലെ NMS USS വിന്നേഴ്സ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത് നമ്മൾ ഓഫ്ലൈനിലേക്ക് ഇറങ്ങി. ഇപ്പോൾ നമ്മൾ രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. നമുക്ക് ഹൈബ്രിഡ് സ്കൂളുകൾ തുടങ്ങി. നമ്മൾ 1-2 സ്ഥാപനങ്ങളിൽ XandY Learning ഹൈബ്രിഡ് സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്തു. സോ ഡെഫിനറ്റ്ലി പിച്ച് വെച്ച് തുടങ്ങുന്ന ഒരു നല്ല ഫ്യൂച്ചറിലൊരു ബെസ്റ്റ് കമ്പനിയാണ് XandY Learning. ഇതിൻ്റെ ഭാഗമാകാൻ പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട്. എസ്പെഷ്യലി നല്ലൊരു ടീംമേറ്റ്സ്, അത് ഇവിടെ ഉള്ള ഡയറക്ടേഴ്സ് ആവട്ടെ, അതിൻ്റെ CEO ആവട്ടെ, CFO, CEO ഏത് പോസ്റ്റിലെ ആൾക്കാരാവട്ടെ, ബെസ്റ്റ് മെൻറ്റേഴ്സ് ആയിട്ട് ഒരു ബോസിൻ്റെ ഒരു ഓർഡറിങ്ങിന് പകരം നല്ലൊരു മെൻറ്ററായിട്ട് ഒരു വർക്ക് വരുമ്പോൾ അതിനെ നമ്മുടെ കൂടെ ഇരുന്ന് അത് കറക്റ്റ് അതിനെ സോർട്ട് ഔട്ട് ചെയ്ത് നല്ല രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന നല്ല മെൻറ്റേഴ്സായിട്ട് നമ്മുടെ കൂടെ ടീമുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് ടീമിൻ്റെ ഭാഗമായി പറ്റിയതിൽ. ഞാൻ പേഴ്സണലി എൻ്റെ ഒരു പഠനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കമ്പനിയിൽ പോകുന്നത്.
എന്തായാലും ഇത് ഈ ഒരു കുറഞ്ഞ വർഷം, ഒരു വർഷം കുറച്ച് മാസങ്ങളും കമ്പനിയുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റിയ സന്തോഷം ഞാൻ ഈ വർഷത്തെ അറിയിക്കുകയാണ്.